സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെയാണ് CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായത്. ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടണമെന്ന നിലപാട് പാർട്ടിയിൽ ഒരു വിഭാഗത്തിനുണ്ട്. ഈ വിഷയത്തിൽ വിശദമായ ചർച്ചകൾ കേന്ദ്ര കമ്മിറ്റിയിൽ നടക്കും. ഗവർണറെ തിരിച്ചു വിളിക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയ തീരുമാനമാണ് ഉണ്ടാകേണ്ടതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. അതുകൊണ്ട് തിരിച്ചു വിളിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഇദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ മേലെ ആളുകൾ ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. തിരിച്ചു വിളിച്ചു എന്ന് പറയുന്നത് കൊണ്ടും വേറെ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അദ്ദേഹം പോയി ഒരു എക്സ് പോയി വൈ വരും. അത് ഇതിനേക്കാളും ചിലപ്പോൾ മൂത്ത RSS തന്നെ ആവാനാണ് സാധ്യത. ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ കേന്ദ്ര നീക്കം കാത്തിരിക്കുകയാണ് രാജ്ഭവൻ. നിലമേൽ സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഗവർണറുടെ സുരക്ഷയ്ക്കായി CRPF-നെ നിയോഗിച്ചത് നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയെന്നാണ് CPM വിമർശനം. ഇന്നലെ വൈകിട്ടോടെ സുരക്ഷ CRPF ഏറ്റെടുത്തിരുന്നു. എങ്കിലും ഗവർണർക്കുള്ള സുരക്ഷയിൽ നിന്നും കേരള പോലീസ് ഇതുവരെ പിന്മാറിയിട്ടില്ല. കേന്ദ്ര സുരക്ഷ ഏർപ്പെടുത്തിയുള്ള ഉത്തരവ് ലഭിച്ചിട്ടില്ല എന്നാണ് വിശദീകരണം. സർക്കാർ ഗവർണർ പോര് രാഷ്ട്രീയ നാടകമാണെന്ന നിലപാട് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം. ഗവർണറെയും മുഖ്യമന്ത്രിയെയും ഒരുപോലെ വിമർശിച്ച K മുരളീധരൻ രംഗത്തെത്തി. ഇതെന്നും കരിങ്കൊടി കാണിക്കുക. ഗവർണറാണെങ്കിൽ ഇതൊരു തരം കിട്ടിയ പോലെ അദ്ദേഹത്തിൻ്റെ അവകാശമോ. ഏതായാലും സംഭവം കേരളത്തിനെ സംബന്ധിച്ച് നാണക്കേടാണ് ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ. ഇന്നലെ ബംഗളൂരുവിലേക്ക് പോയ ഗവർണർ നാളെ ഡൽഹിയിലെത്തി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മറ്റന്നാളാകും കേരളത്തിലേക്ക് മടങ്ങുക. കൊച്ചിയിലാണ് ഗവർണർ വിമാനമിറങ്ങുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.